ഒന്നെങ്കിൽ സൗഹൃദത്തിൻ്റെ മറ്റോ പേരിൽ ഈ സബ് ലെവൽ വെബ് സീരീസുകളൊക്കെ അക്വയർ ചെയ്യാൻ പറ്റിയ ആരോ ZEE5 ജോലിക്ക് കയറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വെബ് സീരീസുകളുടെയും ഒരു നിലവാരം വളരെയധികം കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കുറച്ച് വെബ് സീരീസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് അവർക്ക് പൈസ കൊടുത്താൽ അവർ കുറച്ചും കൂടി നല്ല വെബ് സീരീസുമായി വരുമായിരിക്കും എന്ന പ്രതീക്ഷയുടെ പുറത്തായിരിക്കാം. എന്തായാലും ZEE5 ഞാനിപ്പോൾ രണ്ടാമത് കാണുന്ന വെബ് സീരീസാണിത്. ഇതും എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം കണ്ട ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ റിവ്യൂ ഉണ്ട്, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം അതേ ഫീലും അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ് എനിക്ക് ഈ വെബ് സീരീസിനെ കുറിച്ചും പറയാനുള്ളത്. രേഖൈ എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. M. ദിനകരനാണ് ഈ വെബ് സീരീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിനവർ ആസ്പദമാക്കിയിരിക്കുന്നത് രാജേഷ് കുമാർ എന്നയാൾ എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. RS രാജ്പ്രതാപാണ് ഇതിൻ്റെ സംഗീതം കൈകാര്യം ചെയ്തിട്ടുള്ളത്. DOP ചെയ്തിട്ടുള്ളത് മഹേന്ദ്ര M. ഹെൻറിയാണ്. എഡിറ്റർ ദൊരയാണ്. ഇതിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡിലെ ഒരു ചെറിയ ഭാഗം, മൊത്തത്തിലൊന്നുമല്ല, ചെറിയൊരു ഭാഗം എനിക്ക് രസമായിട്ട് തോന്നി. അതിനകത്തൊരു സാധനം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പക്ഷേ തുടക്കം മുതൽ അവിടം വരെ എത്താനുള്ളൊരു സമയക്കൂടുതലുണ്ടല്ലോ. ആക്ച്വലി സമയക്കൂടുതലില്ല, നമുക്കത് നെഗറ്റീവ് പറയുമ്പോൾ പറയാം. രണ്ടാമത്തെ പോസിറ്റീവ്, ഇതിനകത്തൊരു അച്ഛൻ പാസം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉള്ളത് എവിടേക്കോ നമുക്കിങ്ങനെ ആ ഡോട്ട്സ് കണക്റ്റ് ആവുന്ന പോലെ. ആക്ച്വലി അതിൻ്റെ ഒരു സിമിലർ സാധനം നമ്മൾ ജോസഫ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ പോർഷൻ വരുമ്പോൾ ഒരു പരിചിതമായ സാധനമാണ്. മാത്രമല്ല അവരത് എടുത്ത് കുളമാക്കിയിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് ഇമോഷനൊക്കെ കൂടുതലിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറ്റിയിട്ട് അങ്ങനെയൊക്കെ പിടിക്കാമായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നും അവർ പോയിട്ടില്ല. മൂന്നാമത്തെ പോസിറ്റീവായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ രാക്ഷസൻ അല്ലെങ്കിൽ അഞ്ചാം പാതിരയിലൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വൈബൊക്കെ പിടിച്ചിട്ടുള്ള സിമിലർ പരിപാടി. അല്ലാതെ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി പരിപാടി പിടിച്ചിട്ട് നമ്മളങ്ങ് ഞെട്ടിച്ച് കളഞ്ഞ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ ഇത്തരം ഒരു ത്രില്ലർ സിനിമ വരുമ്പോൾ ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിട്ടുള്ള കുറച്ച് സിനിമകളിലെ സാധനങ്ങളുടെയൊക്കെ തന്നെ തരക്കേടില്ലാത്ത അവതരണം. പക്ഷേ നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഇതിലൊരു കേസുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ കേസിൽ ഉടനീളം എവിടെയും ഒരു സ്ഥലത്തും ഒരു ക്യൂരിയോസിറ്റിയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തെളിയിച്ചിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കുമോ എന്ന് പറയാൻ തോന്നുന്ന പോലെ വേണമെങ്കിൽ എനിക്ക് പലയിടത്ത് വെച്ച് ഇത് അവസാനിപ്പിക്കായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടു തുടങ്ങി, എന്തായാലും ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ചിലപ്പോൾ ലാസ്റ്റ് എപ്പിസോഡൊക്കെ വരുമ്പോഴേക്കും വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നിട്ട് അവസാനിക്കുകയോ അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് നമ്മളിങ്ങനെ പ്രചോദിപ്പിച്ച് നിർത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവസാനം വരെ ഞാൻ കണ്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ച് വെബ് സീരീസ് തുടക്കം മുതൽ അവസാനം വരെ ഒരു സ്ഥലത്ത് പോലും ഈ കേസ് എന്താകും, എങ്ങോട്ട് പോകും, ഇവരെന്ത് ചെയ്യും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഇല്ലായിരുന്നു. അതിലേറ്റവും പ്രധാന ഒരു പ്രശ്നമായിട്ട് തോന്നിയത് തുടക്കം മുതലേ തന്നെ ഇവർ ഈ കേസിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി ഒരു ഡെത്ത് കാണിച്ചു. ആ ഡെത്ത് തന്നെ നമുക്കൊരു ഫീലില്ല. എന്ന് വെച്ചാൽ ഒരു സീരിയൽ കില്ലർ ചെയ്തതാണെന്ന് അവർ കാണിക്കുന്നുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ലൈറ്റൊക്കെ ഇട്ട് അവർ വൻ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തോന്നുന്നില്ല. ഇതിൽ കാണിക്കുന്ന ഒരു ഡെത്തിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ക്ലൈമാക്സ് എപ്പിസോഡിൽ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സാധനം ഉള്ളത്. പക്ഷേ ഈ കേസ് കാണിച്ചിട്ട് ഇവർ നേരെ പോലീസുകാരൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് പോവാണ്. അല്ലെങ്കിലും നല്ല പോലീസുകാർക്കൊന്നും നല്ല കുടുംബജീവിതം വിധിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് എല്ലാ കേസ് അന്വേഷണ കഥകളിലും ഈ കേസ് അന്വേഷിക്കുന്ന നമ്മുടെ നായകന് എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവിടെ അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ പോവുക. അതൊരു അനാവശ്യ വലിപ്പിക്കലായിട്ട് എനിക്ക് തോന്നി. അതാണ് ഈ വെബ് സീരീസിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഓരോ എപ്പിസോഡും ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ 6 എപ്പിസോഡും കൂടി നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 2-2.5 മണിക്കൂർ താഴേ ഉള്ളൂ. ഒരു സിനിമയുടെ ലെങ്ത് പോലും ഇല്ല. പക്ഷേ അപ്പോൾ പോലും ഇത് അനാവശ്യ വലിപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പ് സാധനത്തിന് നമുക്ക് യാതൊരു കണക്റ്റും തോന്നാത്തടുത്ത് അനാവശ്യമായിട്ട് കുത്തിക്കയറ്റുമ്പോഴായിരുന്നു. അന്വേഷണത്തിലൊരു ഗ്രിപ്പില്ല, ഒരു ഇമോഷണൽ കണക്റ്റും ഇല്ല, പറയത്തക്ക നല്ല പെർഫോമൻസുകളില്ല, വിഷ്വലി ആണെങ്കിലും ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇതിൻ്റെ കൂടെയാണ് ഈ വെറുപ്പിക്കൽ പ്രേമം ട്രാക്കുള്ളത്. അതായത് നമ്മുടെ നായകന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവളും പോലീസുകാരിയാണ്, അവരൊരുമിച്ച് എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ്. കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം ഒരു പ്രശ്നം ഉണ്ടായി, അവർ തമ്മിലുള്ള ആ കല്യാണ നിശ്ചയം അങ്ങ് മുടങ്ങിപ്പോയി. അവൾക്ക് മറ്റൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആ ചെക്കനെ ഈ സിനിമയിൽ കാണിക്കുമ്പോൾ അവൾ ഉറങ്ങിയോ, ഭക്ഷണം കഴിച്ചോ, സുഖമായിട്ടിരിക്കുന്നു, 2 ദിവസമായിട്ട് നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്താ പറ്റിയേ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്ന നല്ലൊരു പയ്യൻ. എന്ന് വെച്ചാൽ അവളെ നന്നായി നോക്കുന്ന, അവളുടെ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു നല്ല പയ്യനെയാണ് കാണിക്കുന്നത്. പക്ഷേ അയാളുടെ മുടിയൊക്കെ ഇങ്ങനെ ചീകി വെച്ച് അവനെ കാണിക്കുമ്പോൾ ഒക്കെ കോമഡി മ്യൂസിക് ഇട്ടിട്ട് അയാളൊരു കോമഡി ക്യാരക്ടറായിട്ട് കാണിച്ചിരിക്കുകയാണ്. ആക്ച്വലി അവൻ നല്ലൊരു മനുഷ്യനാണ്. എന്നിട്ട് നമുക്കറിയാം അതിൻ്റെ ക്ലൈമാക്സിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുവരെ അവനെ ഇട്ട് അവൻ വരുന്ന സീനുകളിലൊക്കെ കോമഡി ആഡ് ചെയ്ത്, എന്നാൽ അതേസമയം നായകനെ കാണിക്കുമ്പോൾ അവനൊരു കലിപ്പനാണ്, എടുത്തുചാട്ടക്കാരനാണ്, പോലീസുകാരൻ തന്നെ. പക്ഷേ അനാവശ്യമായിട്ട്
റേസ് ആവുന്ന ആ കിട്ടിയിരിക്കുന്ന യൂണിഫോമിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരാളാണ്. അവൻ അന്വേഷണ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടിനും മെക്കിട്ട് കയറുക, എന്നിട്ട് ഇങ്ങോട്ട് വന്നോണ്ടല്ലേ വെള്ളം ഒടിച്ചോണ്ടല്ലേ എന്ന് തിരിച്ച് ന്യായം പറയുക, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എല്ലാ അന്വേഷണ സിനിമകളിലും നമ്മൾ ഈ അടുത്തായി കണ്ടുവരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണടച്ച് നിന്നിട്ട് സങ്കല്പിച്ച് നോക്കുമ്പോൾ ക്രൈം സീൻ അതുപോലെ നമ്മളെ കാണിച്ചു തരുന്നു എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ പവറും കൂടി നായകന് കൊടുത്തിട്ടുണ്ട്. ഇവർ കേസ് അന്വേഷിച്ചിരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു പുള്ളിക്കാരിയുണ്ട്, പുള്ളിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പം ഞാനും പുള്ളിയും നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് പറയേണ്ട ഒരു സീനിന് അവർ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അയാൾ വരുന്നു, കെയർ ചെയ്യുന്നു, അങ്ങോട്ട് ഡയലോഗ് ഇങ്ങോട്ട് ഡയലോഗ്. ആക്ച്വലി അത് അത്രയും വലിപ്പിച്ചില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ അതിന് ഈ വലിയ പ്രാധാന്യമൊന്നും അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഈ പ്രേമത്തിൻ്റെ ട്രാക്കും, ഇത് വെബ് സീരീസാണ്, അപ്പോൾ ഇത്രയെങ്കിലും ലെങ്ത് ഉണ്ടെങ്കിൽ അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഇട്ടിട്ടിട്ട് നീളം കൂട്ടിയതാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നില്ല. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ചുരുളഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നൊരു അവസ്ഥയിലാണ് അത് ചുരുൾ അഴിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ പറയുന്നത് ബിഗ് ബി സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്ന ടോണിൽ വേണം കേൾക്കാൻ. കുറച്ച് അച്ചാർ ഇന്ത്യയിൽ കൊടുത്തയക്കി എന്ന് പറയുന്ന പോലെ Z5 ഉണ്ടെങ്കിൽ മതി കേട്ടാ. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് ഈ വെബ് സീരീസ് കാണണോ, സമയം മെനക്കെടുത്തണോ എന്നൊക്കെ ആലോചിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. എന്തായാലും വെബ് സീരീസ് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായെന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.